കേരളം മൊത്തം ഭക്ഷിക്കാനുള്ള സാധനം പിന്നെ വയനാട് ഉണ്ടാക്കും. വയനാട് ശരിക്കും ഉണ്ടല്ലേ പിന്നെ ടൂറിസ്റ്റ് മേഖല നോക്കുന്ന പോലെ കൃഷിക്ക് നോക്കുകയാണെങ്കിൽ കൃഷിക്ക് അതേപോലെ നോക്കുകയാണെങ്കിൽ കൃഷി എല്ലാവരും കൃഷി ചെയ്യും. അതായത് ടൂറിസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ പിന്നെ കൃഷിക്കാർക്കൊന്ന് കൊടുത്തു നോക്കി. കൃഷിക്കാരും കൊണ്ട് എല്ലാവരും കൃഷി ചെയ്യും. ജോലിക്ക് വരെ പോകില്ല മനുഷ്യന്മാര്. ഓക്കെ അതിനൊന്നും അങ്ങനത്തെ പേരില്ല. പടക്കം പൊട്ടിച്ചാൽ വരെ പോകില്ല. എത്ര എണ്ണ ആദ്യം പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ പകലും കൂട്ടി ആനയാണ് നശിപ്പിക്കാൻ. ആന നോക്കണം നശിപ്പിക്കാൻ. ആകെയുള്ളൊരു പ്രതീക്ഷയാണ് ഈ നെൽകൃഷി. അത് വരെ ഇല്ലാണ്ടാവും. 2 ദിവസം കൊണ്ട് ഈ കാട്ടിക്കൂട്ടിയ പണിയാണ്. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ നോക്കേണ്ടി വരില്ല. പുറകിന്റെ ശല്യം കാട്ടി ഉണ്ടോ അതുണ്ടോ എന്തോരോ എത്ര ആട്ടിയാലും പോകില്ല. നമ്മൾ നാളെ ഈ വയനാട് എന്നുള്ള പേര് വയൽനാട് ഇല്ല. ഇപ്പൊ വയലില്ല. വയൽ കാട് കയറി. വയൽ മൊത്തം കാട് കയറി. താഴെയൊക്കെ വയൽ കയറി. 1 പ്രാവശ്യം 2 പ്രാവശ്യം യാത്ര അടിക്കാം. പിന്നെ ഉറങ്ങിപ്പോ. കാവൽ നമ്മളെ കാവൽക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പകലും പണിയെടുത്ത് അതാണ് അതിന്റെ. ഈ കഴിഞ്ഞ രാത്രി ഇറങ്ങിയിട്ട് കാവക്കാർ അവിടെ ഉണ്ട്. അവിടെ കണ്ടിട്ട് ഒച്ചയിട്ട് നേരെ കല്ലൂർ പോയത്. ഞാൻ അവിടെ നിന്ന് ഓടിച്ച ചിലപ്പോൾ ഇവിടെ ഈ വഴിക്കുന്നത് ഇവിടെ എത്തുന്നത്. അതിങ്ങനെ കിടന്ന് കറങ്ങാല്ലേ? കറങ്ങാൻ അവരത്രയും ഫോറസ്റ്റിന്റെ അടുത്ത് അവർ ഒരു സഹായമില്ല. ഒന്നും ആർക്കും ഒരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് കാവലെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാണെങ്കിൽ നന്നായിരുന്നു. കാവൽ കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ആരും പൈസയും വേണ്ട. ഇറങ്ങാതെ ആന ഇറങ്ങാതെ മതി. ഇത് വയനാട് എല്ലാ സ്ഥലത്ത് TV തുറക്കാൻ പിന്നെ മൃഗങ്ങളെ കൊല്ലലും മൃഗം നശിപ്പിക്കലും കൃഷി നശിപ്പിക്കലും അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒരു വാർത്തയില്ല. കൃഷിന്റെ നല്ല വാർത്ത കുറെ കാലമായിട്ടില്ല. വോട്ടിനെ ഒപ്പം വരാതെ വോട്ടിനെ വേണ്ടിട്ട് എല്ലാം വരും. ഇപ്പൊ കർണാടകയിൽ കാന്താരി മുളക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് 100 രൂപ 120 രൂപ കിലോ കിട്ടുള്ളൂ. അതിന് കഴിഞ്ഞ വർഷം 500 രൂപ വിലയുണ്ട്. 300-400 രൂപ. ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി 100 രൂപ എനിക്ക് വില കിട്ടില്ല. കാന്താരി വേണ്ട. കർണാടകം വരുന്നുണ്ട്. കർണാടകക്കാര് കാന്താരി ഇറക്കണം. അവര് വിഷം അടിച്ചു. നമ്മളെ ഇവിടുത്തെ നല്ല തോർന്ന് പറിച്ചോണ്ട് പോകുന്ന നമ്മൾ നല്ല കാന്താരി ആയിരുന്നു. ഇവിടെ കാവൽമാടൊക്കെ റെഡിയാക്കിയ ഫോറസ്റ്റുകാർ പറഞ്ഞ് കാവൽമാട ആൾക്കാരെ വിട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞ് കാവൽമാട ഞങ്ങൾ റെഡിയാക്കിയ കാവൽമാട റെഡി അവർ ഇതുവരെ വന്നിട്ടില്ല. ഫോറസ്റ്റുകാർ ഫണ്ടില്ല, വരാൻ പറ്റില്ല. എല്ലാത്തിനും ഫണ്ടുണ്ട്. കാടിൽ പണിയെടുക്കാൻ എല്ലാത്തിനും ഫണ്ടുണ്ട്. ഫോറസ്റ്റിൽ എല്ലാ പരിപാടിക്കും ഫണ്ടുണ്ട്. നമുക്ക് കൃഷിക്കാർക്ക് ഫണ്ടില്ല. ഇപ്പൊ തീ വാച്ചർ നിർത്തുമ്പോൾ മുഴത്തിന് തീ വാച്ചർ നിർത്തും. കാട്ടിൽ തീ കത്തുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ആളുകൾ അടുത്തടുത്ത് നിർത്തും. അതിന് ഫണ്ട് ഉണ്ടാവും. കൃഷിക്ക് നിർത്താൻ 2 പേരെ നിർത്താൻ ഇവർക്ക് ഫണ്ടില്ല. 1 മാസത്തിന് മതി. ഒറ്റ മാസത്തിന്. ഇപ്പൊ എന്താ ഇവർ നശിപ്പിക്കുകയാണ്. മൃഗങ്ങളെ വിട്ടിട്ട് നശിപ്പിച്ചിട്ട് ഇവർ മൃഗങ്ങളെ വിട്ട് നശിപ്പിച്ചിട്ട് ഒഴിവാക്കണം. സ്വന്തം ഒഴിവായി പോകണം. ഇത് ഫോറസ്റ്റ് ആക്കണം. റോഡ് വരെ നന്നാക്കാൻ പറ്റില്ല. റോഡ് കോളനിക്കുള്ള റോഡൊക്കെ പാസ്സായിട്ട് ഫോറസ്റ്റുകാർ വിട്ടു കൊടുത്തില്ലല്ലോ. ഫോറസ്റ്റുകാർ വികസനം കൊണ്ടുവരില്ല, നശിപ്പിക്കും. അത്രയും മോശമായിക്കാണ് കാണുന്നത് കൃഷിക്കാരെ. ഇപ്പൊ അതുപോലെ നമ്മൾ കൊല കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ വളടത്ത് കൊല കൊണ്ടു കഴിഞ്ഞാൽ കായ് മോശം എന്നറിയും. അവര് നല്ല വളമായിട്ട് മരുന്നടിച്ച് കായ് ഇഷ്ടപ്പെടുവർക്ക്. അതിന് കിട്ടും. അതിന് വില കിട്ടും. പിന്നെ നമ്മളെ ഇത് കായ് മോശമാണല്ലോ, ക്വാളിറ്റി മോശമാണല്ലോ. ചിലപ്പോൾ നമ്മൾ മരുന്നടിച്ചില്ല നല്ല അതൊന്നും പറഞ്ഞ കാര്യമില്ല. കായ് നല്ല ഗുണം വേണം. കാണാനുള്ള ഭംഗി ഇപ്പൊ ഭംഗിയാണ്. എല്ലാവർക്കും ഭംഗിയാണ്. ശരീരം ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ. പവർ നല്ല പവർ വേണം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. വള്ളുവാടിയിലെ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരവധി തവണ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ കണ്ട പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വള്ളുവാടിയിൽ വലിയ തോതിലുള്ള കാട്ടാന ശല്യമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നെല്ലൊക്കെ ഇപ്പോൾ കൊയ്യാനായിട്ട് ഇങ്ങനെ 1 മാസം കഴിഞ്ഞാൽ കൊയ്യാനാകുന്ന പാകത്തിനായിട്ട് നിൽക്കുന്ന നെല്ല് ഒക്കെ ഉള്ള ഒരു സമയമാണ്. വളരെയധികം കാവൽ ആവശ്യമുള്ളൊരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ കാട്ടാന വൻതോതിൽ ഇങ്ങനെ ഇറങ്ങി നെല്ലും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ തന്നെ ഒരു 2-3 മാസം മുന്നേ നമ്മൾ ഈ പ്രദേശത്തൊക്കെ വന്ന് നമ്മൾ ഈ ഒരു പാടങ്ങളൊക്കെ കണ്ടിരുന്നു. അന്ന് നമ്മുടെ ചാനലിൽ തന്നെ നിരവധി തവണ നമ്മൾ കാണിച്ചിട്ടുള്ള ജയമണി എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ പറമ്പും അദ്ദേഹത്തിൻ്റെ നെല്ലും അതിൻ്റെ സ്ഥിതികളൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു. അന്ന് തന്നെ ആ ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് ആയി വരുമ്പോഴത്തേക്കുമാണ് ആന വരുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണെന്നുള്ളത്. ഏകദേശം ഇനി 1 മാസം കൂടെ കഴിഞ്ഞാൽ വിളവെടുക്കാൻ പാകത്തിനായിട്ടുള്ള നെല്ലാണ് ഇവിടെയുള്ളത്. ആ സമയത്താണ് ഇവിടെ ഇത്തരത്തിൽ കാട്ടാന വൻതോതിലുള്ള ആക്രമണങ്ങൾ, അതായത് നെല്ല് കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമാണ്. എപ്പോഴും ഒരേ ഷർട്ട് ഒരേ മുണ്ടാണ്. കൃഷിക്കാരാണ് വൈകുന്നേരം മാറ്റി കുളിയില്ല. അതെ അതിപ്പോ സാരമില്ല, കർഷകരാകുമ്പോ അങ്ങനെയാണല്ലോ. വിചാരിക്കും എപ്പോഴും ഒരേ ഷർട്ട് ഒരേ മുണ്ട്. പിന്നെ എന്താണ് സ്ഥിതി? നമ്മൾ ഇന്ന് ഇതിനു മുന്നേ വന്നപ്പോ നെല്ല് ഇങ്ങനെ നട്ട് ഞാറിട്ട് വന്ന് ആ സമയത്ത് അല്ല നട്ട സമയത്താണ് വന്നത് അല്ലെ? 2-3-4 മാസമായി തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇനിയിപ്പോ നെല്ല് കൊയ്യാനായില്ലേ? വീണ്ടും ചെങ്ങൈ വന്ന് കൊയ്യാന്
മുട്ടിക്കൊമ്പൻ തന്നെയാ? മുട്ടിക്കമ്പനാന്ന് പറയുന്നത്. ആണല്ലേ? കണ്ടിട്ടില്ല. അല്ല, കഴിഞ്ഞ ദിവസം വടക്കാനാട് ഭാഗത്തായിരുന്നു. ഒരു ആന അവിടുന്ന് ഒരു ദിവസം ഇറങ്ങാതെ വരുമ്പോ നേരെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഇവിടെ നോട്ടിക്കുമ്പോ അവിടെ നോട്ടിക്കുമ്പോ ഇങ്ങനെ കറങ്ങ്. അതെ അതെ. നിങ്ങളെ ഒരു വല്ലാത്തൊരു പേടി സ്വപ്നം തന്നെയായി മാറിയില്ലേ? തിന്നാനായ സാധനമാണ് പോകുന്നത്. അതെ അതെ അതെ. തിന്നാനായി കൈ കിട്ടേണ്ട സാധനമാണ് പോകുന്നത്. നെല്ല് കണ്ടമാനം നശിപ്പിച്ചിട്ടുണ്ട് ഇവർ. എല്ലാം നശിപ്പിച്ചു. നമുക്ക് അതല്ലേ? നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാ പോ. കഴിഞ്ഞ ദിവസം നമ്മൾ വടക്കനാട് പ്രദേശത്ത് പോയപ്പോൾ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അതേ ആന തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അത് നമ്മളന്ന് വന്നതിൻ്റെ അന്ന് രാത്രി ആന ഈ ഭാഗത്തേക്ക് വന്നില്ല. അതായത് മിനിഞ്ഞാന്ന് ആ ഒരു വടക്കനാട് പ്രദേശത്തേക്ക് വന്നില്ല. പകരം ആന നേരെ വള്ളുവാടി പ്രദേശം അതായത് ഈ പ്രദേശത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ദിവസം ഇറങ്ങുമ്പോൾ അവിടെ ഇറങ്ങുന്നില്ല, അവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ഇറങ്ങില്ല. അങ്ങനെ മാറി മാറി കർഷകരുടെ പ്രതീക്ഷകളും കർഷകരുടെ അധ്വാനമൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങൻ വരുന്നുണ്ടല്ലേ? എന്ത് രസമാണ് ഈ പാടം കാണാനെന്നറിയാം. ഇത്രയും ഭംഗി. നോക്കി, ഇതൊക്കെ നമ്മുടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇപ്പം ഇതുപോലെ ഇതൊക്കെ ഇത് കുരങ്ങാ? ഓഹോ, ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ നശിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ? കുരങ്ങൻ കളയുന്നുണ്ട് കേട്ടോ. കുരങ്ങിന് ഇതിൻ്റെ അകത്ത് എന്താണ് കളയാനുള്ള? കതിരൂരി കളയുന്നുണ്ട്. ഓഹോ, എല്ലാവരും എല്ലാവരുടെയും ഭാഗം ചെയ്യുന്നുണ്ടല്ലേ? അതും ഉണ്ടല്ലേ? ഇതും കുരങ്ങ ചവിട്ടി കളഞ്ഞേക്കുന്നല്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞ റിസർവ് ബാങ്കിന് കാവലിരിക്കുന്ന പോലെ ഇരിക്കണം അല്ലേ? അതെ അതെ. ഒരു വർഷത്തെ തിന്നാനുള്ള സാധനം പോകുന്നു. സത്യം. ഇതൊന്നും ഒരു അരി പോലും പുറത്തുനിന്ന് മേടിക്കുന്ന ആളുകളല്ല കേട്ടോ. എല്ലാം സ്വന്തം ആവശ്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി മുഴുവൻ പുറത്തേക്ക് കൊടുക്കുന്ന കർഷകരാണ്. ഹെക്ടർ കണക്കിന് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഏതാ ഈ സൈഡ് മൊത്തം? നിങ്ങൾ ഈ സൈഡ് ശ്രദ്ധിച്ച് നോക്ക്. ഒരു സൈഡിലേക്ക് മൊത്തം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കാണാതെ ഇതുണ്ടോ? ഒരു സൈഡ് മൊത്തം ഇങ്ങോട്ട് അമങ്ങി കിടക്കുന്നുണ്ടോ? അത് മൊത്തം മയിലാന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇതുണ്ടോ? കംപ്ലീറ്റ് ഇങ്ങനെ അറ്റായി വരുമ്പോഴത്തേക്ക് എല്ലാ ജീവികളും ഉണ്ടോ കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഈ അപ്പുറത്തതും ഇപ്പുറത്തതും കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഉണ്ടോ? ഒരു സൈഡ് മാത്രം ഒരു നിര ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ കൊത്തിപ്പറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാൽപ്പാടും മയിലിൻ്റെയൊക്കെ കാൽപ്പാട് കാണുന്നിരിക്കണ്ടോ? എല്ലാം ഇവിടെ കാണാം. ഉണ്ടോ? മയിലിൻ്റെ കാൽപ്പാട് ഒരു സൈഡ് മൊത്തം അല്ലേ? ഇങ്ങനെ നിന്നങ്ങ് വയ്ക്കും അല്ലേ? അപ്പൊ ആ വെയിറ്റ് കൊണ്ട് മൊത്തം ചെരിഞ്ഞു പോയതല്ലേ? ഒരു സൈഡ് മൊത്തം കണ്ട കിടക്കുന്ന മയിലിന്റെ ഭാഗം മയില്, കുരങ്ങിന്റെ ഭാഗം കുരങ്ങ്. ഇതൊക്കെ കുരങ്ങാ? കണ്ടോ? ഈ സൈഡ് കണ്ടോ? കംപ്ലീറ്റ് ഇങ്ങനെ ഇതാക്കി വെച്ചിരുന്നതോ ഇതൊക്കെ കുരങ്ങ് ആക്കി വെച്ചിരിക്കുന്നതാണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞാലേ നോട്ടിന്റെ പുറത്ത് കാവലിരിക്കുന്ന പോലെ ഇരുന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അതാണ് അവസ്ഥ എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അരിക്കൊന്നും മൊത്തം കുറേ കളഞ്ഞല്ലേ? ഓ, ഇതുണ്ടോ? ഇവിടെ സ്മെല്ലുണ്ടല്ലേ? ഇത് കൂട്ടത്തോടെയാന്ന് തോന്നുന്നു അല്ലേ? ഇതുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതൊക്കെ കുരങ്ങിൻ്റെ പരിപാടി കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണം, എത്ര സമയം വേണം ഇത് തീർക്കാൻ? ഒരു ദിവസം ഇതൊക്കെ 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 കുരങ്ങ? അതെ അതെ. ഗന്ധശാല എന്ന് പറഞ്ഞാൽ ബിരിയാണി അരി. അതെ. പക്ഷികൾ പറഞ്ഞു പോകുന്നുണ്ടോ? അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയാന്നിരിക്കാം. പക്ഷെ ബാക്കിയുള്ളത് ഇതുണ്ടോ? മൊത്തം കുരങ്ങിന്റെ പരിപാടി. കുരങ്ങ് എവിടെ? കുരങ്ങ് കയറി പോകുന്നുണ്ടോ? ആൾക്കാർ പൂവി ഓടിക്കുന്ന കേട്ടോ. ആ മരത്തിന്റെ മുകളിലുണ്ട്. അതാ പോകുന്നു കുരങ്ങ്. ലൈവ് തെളിവ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഓടിയതാട്ടോ. ചേട്ടന്മാര് പേടിപ്പിച്ച് ഓടിക്കുന്ന, ഒച്ച കേൾപ്പിക്കുന്നതാണ്. കണ്ടോ? കുരങ്ങ് കയറി പോകുന്നുണ്ടോ ആ മരത്തെ കൂടെ?
എന്താല്ലേ ഇത് എത്ര എണ്ണല്ലേ കുരങ്ങ് കൂട്ടത്തോടെ ഇറങ്ങിയേക്കോട്ടോ എൻ്റെ പൊന്നെ എങ്ങനെയാണ് ഇതൊക്കെയോ കുരങ്ങ ആ കുരിയാ ഇതൊക്കെ കൊഴിച്ച മാതിരി ഉണ്ടോ? ഇത് കൊഴിച്ച മാതിരി ഉണ്ടോ? ഇത് ഗന്ധശാലയാണ്. അതായത് ബിരിയാണി അരി. ആ ബിരിയാണി ഞങ്ങളത് ഒഴിവാക്കി, ഒന്നും കിട്ടില്ല. ഇതിലെന്താണ്ട് നോക്കി, ഇതിലെന്താണ്ട് നോക്ക് കണ്ടോ കുരങ്ങിന്റെ ഒച്ചയിലാ കേൾക്കുന്നത്. എത്ര എണ്ണ നോക്ക് കൂട്ടല്ലേ അതുണ്ടോ എന്റെ പൊന്നെ ലൈവ് നോക്ക് 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 എത്ര കുരങ്ങാ നോക്ക്. ഒന്നും രണ്ടൊന്നും കേട്ടോ. തല്ലി കഴിച്ചവരുണ്ടതാ നോക്ക്, തല്ലി കഴിച്ചവരതാ. ഇതാണ് ഗന്ധകശാല. മൊത്തം കളഞ്ഞല്ലേ, മൊത്തം തിന്ന് അതൊന്നുമില്ല. ഒന്നുമില്ല, പോയില്ല കഴിഞ്ഞില്ല. എന്റെ എത്ര നെല്ലൊക്കെ പോയി. തൊണ്ട് മാത്രമേ ഉള്ളൂ. തൊണ്ട് അതൊന്നും കിട്ടില്ല, അത് പോയി. അത് തൊണ്ട് തിന്നാത്താ ചിലപ്പോ അതിലുണ്ടാവില്ല. എന്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ, ഇത് മൊത്തം കാര്യ. അതാണ് ചേട്ടന്മാര് പറഞ്ഞത്. ഇതുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ തൊണ്ട് മാത്രമേ ഉള്ളൂ, കിട്ടോ. ഇതിന്റെ അകത്തൊന്നുമില്ല. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ബാബു. പിന്നെ 2 ദിവസമായിട്ട് ആന വന്നിട്ട് ഭയങ്കര ശല്യം. ഇവിടെ ഒരു സ്ഥലത്ത് ഓട്ടിച്ചാലും പോലെ ഒന്നും പോലെ ഭയങ്കര ശല്യം. ഒക്കെ ഫുള്ള് തിന്ന് തീർത്ത് ഫുള്ളായിട്ട്. ഇത് മൊത്തം ആന കളഞ്ഞ? ആ അതൊക്കെ മൊത്തം ആന കളഞ്ഞാണ്. വല്ലാത്തൊരു ഇതാണ്. കാവക്കാരെ നിർത്താൻ പറഞ്ഞിട്ട് കാവക്കാർ നിർന്നു. അവര് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുകയാണ് അവര്. ഈ പ്രദേശം മൊത്തം തീർത്താ? ആ അതൊക്കെ തീർത്ത. അയ്യോ എല്ലാം തിന്ന് തീർത്ത്. കംപ്ലീറ്റ്. ഇതിന്റെ മോളവശം ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ കണ്ട മൊത്തം തീർന്നു. ഇപ്പുറത്തോട്ടും അല്ലേ? ആ ഈ കണ്ട ഫുള്ള് തിന്ന് തീർത്ത. കാവക്കാരെ പറയുമ്പോ കാവക്കാരെ നിർത്താൻ പറയുമ്പോ അവര് കാവക്കാർ ഫണ്ടില്ല ഒപ്പില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതാ സ്ഥിരം വരുന്ന മുട്ടി? സ്ഥിരം വരുന്ന. സ്ഥിരം വരുന്ന. ഇത് മെനഞ്ഞാന്ന് 4 നാളും അടുപ്പിച്ച് വന്ന്. ഇന്നലെ രാത്രി വന്നില്ല? ഇല്ല, ഇന്നലെ രാത്രി വന്നില്ല. ഇന്നലെ രാത്രി അവിടെ കാവക്കാരെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ അവിടെ വന്നിട്ടില്ല. ഇന്നലെ അല്ലേ? ഇത് നെൽകൃഷി ഒട്ടും അസാധ്യ ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരില്ല ഇനി. അതാണ്, നെൽകൃഷി ഇല്ലാന്നെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരില്ല. ഇപ്പൊ ഈ വേറെ ഒന്നും വേണ്ട, അവരെ കാവക്കാരൻ മാത്രം നിർത്തിയാൽ മതി. കാവക്കാരൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ സമാധാനം കിട്ടും. ഒരു മാസം ഇത് കൊയ്ത്ത് കഴിയുന്നവരെ മാത്രം നിർത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അതുവരെ അവർക്ക് ഫണ്ടില്ല അതിലേക്ക് വലിയ കൊടുക്കാനോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകൾ? ഞാനിവിടെ നമുക്ക് ജനിച്ചു വളർന്ന തന്നെ ഇവിടെ തന്നെ. ജനിച്ചു വളർന്ന ഇവിടെ തന്നെ. അതായത് ശരിക്കും 6 മാസം വേണ്ട ഇതാകാൻ? ആ 6 മാസം വേണം. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിൽ ഇപ്പൊ നമുക്ക് ഒരു മാസം വരെയൊക്കെ നോക്കിയാൽ കിട്ടിയാൽ മതി. അപ്പോഴാണ് ഈ ആനകളൊക്കെ ഭയങ്കര ലാസ്റ്റ് ആകുമ്പോൾ അതിന് നിരന്ന് കഴിഞ്ഞ് ഇതാകുമ്പോഴാണ് കൊയ്യാനാകുമ്പോഴത്തേനാണ് ആനശല്യം കൂടുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? കൃഷി തന്നെ വേണ്ട. രാത്രി ഇതൊക്കെ വന്നത് അറിഞ്ഞായിരുന്നോ? ഇത് ഒരു പ്രാവശ്യം അറിഞ്ഞു, പിന്നെ അറിഞ്ഞില്ല. ആണല്ലേ? ഏത് വഴിക്ക് ഇറങ്ങി വരുന്നത്? ഇതിലാണ് വരുന്നത്. അപ്പുറത്തോടെ? അപ്പുറത്തോടെ വരുന്ന കാവിന്റെ അതിലങ്ങനെ ഇറങ്ങി വരുന്നത്. ആണല്ലേ? ഇതിലേ അല്ലേ? ഇതിൽ വരുന്നു. ഇതിലവിടെ കാവലുള്ളതുകൊണ്ട് അവിടെ നിന്ന് വരുന്നില്ല. അതിന്റെ കൂടെ കുരങ്ങ് ഭയങ്കര ശല്യം. കുരങ്ങിന്റെ ശല്യം അതിനെക്കാട്ടി ഉണ്ടോ? അതുണ്ടോ? എന്തോരം അല്ലേ? എന്തോരെന്നറിയോ? എത്ര ആട്ടിയാലും പോകില്ല. നമ്മൾ ഇതാകല്ല. എങ്ങനെ വന്ന് ഇത് കൊയ്ത് കഴിയുന്നവരെ എങ്ങനെയും ഒന്ന് ഇത് കിട്ടിയാൽ മതിയാണ്. ഒരു മാസം കൂടെ കിട്ടിയാൽ മതി. 1 മാസം കിട്ടിയാൽ നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് എല്ലാ പരിപാടിയും തീർത്ത് കറക്കട്ടായിരുന്നു. ആകെയുള്ളൊരു പ്രതീക്ഷയാണ് ഈ നെൽകൃഷി. ആ അത് വരെ ഇല്ലാണ്ടാവും. ശരിക്കും എത്ര ഏക്കറുണ്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇത് മൊത്തത്തില് 5-8 ഏക്കർ അതിന്റെ അടുത്ത് കൃഷിയുള്ളത്. 5 ഏക്കർ. ഇതിപ്പോ അടുപ്പിച്ച് വരുന്ന ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ 2 ദിവസം കൊണ്ട് ഈ കാട്ടിക്കൂട്ടിയ പണിയാണ്. ഇത്രയും വരും. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ നോക്കേണ്ടി വരില്ല. മൊത്തം ചവിട്ടി മേച്ച് കളഞ്ഞു പിടിച്ച് പോയത്. നിങ്ങൾക്ക് ഓടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അല്ലെ? എന്റെ അമ്മ എത്ര ഓടിച്ചാലും പിന്നെ അത് ഞാൻ ചോദിക്കുന്നതല്ല, ഒന്ന് ഓടിക്കും പിന്നെ പിറ്റേ ദിവസം അതേ രീതിയല്ലേ വരുന്നേ. ഇപ്പൊ വാച്ചർമാരെ നിർത്താൻ പറയുമ്പോൾ വാച്ചർമാർക്ക് കൊടുക്കാൻ, കാവൽ നിർത്താൻ കൊടുക്കാൻ ഫണ്ടില്ല എന്നാ പറയുന്നത് ഇവർക്ക്. അതായത് ഇപ്പൊ ഈ കാടിന് ഒരു വാച്ചർമാരും ഇല്ലല്ലേ? ഇതിലേക്ക് ഇപ്പൊ രാത്രി നൈറ്റ് വാച്ചർമാർ ഇല്ല, അവർക്ക് കൊടുക്കാൻ ഫണ്ടില്ല എന്നാ പറഞ്ഞു. ഇന്നലെ വന്ന് ഫോറസ്റ്റ് വന്ന് പറഞ്ഞു ഫണ്ടില്ല കൊടുക്കാൻ, ഫണ്ടില്ലാന്ന്. അല്ലാണ്ട് ഇപ്പൊ എന്താക്കാനാ? ഇതിപ്പോ ഇങ്ങനെ കാട്ടിക്കൂട്ടിയില്ലേ. ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞാൽ 1 മാസം കാവക്കാരൻ നിർത്തിയിട്ട് വിട്ടിയാൽ മതി. നമ്മൾ നോക്കുന്നില്ല, അവർ ഒറ്റയ്ക്കല്ല, നമ്മൾ നോക്കുന്നത് കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ കൂടെ പോകുന്നുണ്ട്? ആ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇത് പുറകെ എപ്പോഴും നമുക്കിപ്പോ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ എനിക്കിപ്പോ ഡ്യൂട്ടി ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഇത് നോക്കാനല്ല അത് നോക്കാനല്ല. അതിന്റെ അടുത്ത് പുറത്തും പണിക്കും. അതാണ് വല്ലാത്തൊരു സ്ഥിതിയല്ലേ? ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല. ഇതുണ്ടോ? ഇതിന്റെ ഈ ഭാഗത്തൊന്നും ഒന്നുമില്ല കേട്ടോ. ഞാനിതിപ്പോ
ഇത് പൊക്കി കാണിച്ചു തരാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം ഇല്ല കേട്ടോ, കംപ്ലീറ്റ് മൊത്തം കളഞ്ഞ്. ഒരു 2 കണ്ടം ഒരു 60-70% കളഞ്ഞു. അത് നമ്മൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ലൈവ് നമ്മൾ കുരങ്ങനെ കാണിച്ചായിരുന്നു. കുരങ്ങ് ഇവിടെയുണ്ട്. ഇതാ കയറി പോകുന്നുണ്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മരത്തേലിരിക്കുന്നുണ്ട്. ഈ കണ്ടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അതായത് ഈ കർഷകരുടെ നെല്ല് തിന്നിട്ട് ഇറങ്ങി പോകുന്നത്, കയറി പോകുന്ന പോക്കാണ് കാണുന്നത്. ഇതാണ് ജണ്ടാട്ട് ഫോറസ്റ്റിൻ്റെ അപ്പുറത്തോട്ട് ഫോറസ്റ്റാണ്. കുരങ്ങ് നിങ്ങൾ മാറി അപ്പം വരും അല്ലേ? ഇതൊക്കെ പൊടിയാക്കി ഇങ്ങനെ കുരങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ പൊടിയാക്കി കതിര് പറിച്ച് തിന്നല്ലേ, മുറിച്ചുകൊണ്ട് പോയിട്ട് കതിരിങ്ങനെ മുറിച്ചോണ്ട് പോയിട്ട് അവിടെ കൊണ്ട് തിന്നു. അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലേ? നോക്കാം അതിൻ്റെ അടിയിൽ വേണ്ടോ? ഓ ഇത് മൊത്തം അങ്ങനെ കൊണ്ടുപോയതാ? അതിനെ കൊണ്ട് ഇവിടെ വിളിച്ചു തന്നു. നെല്ല് മൊത്തം കാട്ടിലെത്തിയില്ലേ? അതെന്താ കളിയല്ല. കുരങ്ങ് കയറി പോകുന്നുണ്ടോ? ചക്കിപ്പോൾ ഈ കണ്ടത്തിൽ നിന്ന് കയറി പോയതാട്ടോ. നിറച്ചുണ്ട്, ഒരു കൂട്ടം കേട്ടോ. 100 കണക്കിന് കുരങ്ങളുണ്ട് ഈ മരങ്ങളിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കെല്ലാം ഒന്നും ഇതിൻ്റെ അകത്ത് മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഇല അനങ്ങുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. കുറച്ചുകൂടെ അവിടെ കൂടെ പോയാൽ അവിടെ പോയി കാണാം. ഇതാണ് കേട്ടോ കുരങ്ങനെ കൊണ്ടുള്ള ഇതുണ്ടോ. ഈ ഒരു പ്രദേശം കണ്ടോ, ഇത്രയും ഭാഗം ഇതുപോലെ തന്നെ എല്ലാ പ്രദേശത്തും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇറങ്ങി നെല്ല് മൊത്തം ഊരിക്കൊണ്ട് പോവാം കേട്ടോ. ഇവിടെ ഈ ഇല മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി നെല്ല് മൊത്തം കൊണ്ടുപോവാണ്. അത് കുരങ്ങ്. ആനയാണെങ്കിൽ മൊത്തം ചവിട്ടി കംപ്ലീറ്റ് പുല്ലടക്കം കംപ്ലീറ്റ് തിന്നാണ്. മയിലാണെങ്കിൽ വേറെ തരത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലും നെൽകർഷകർക്ക് വലിയ ദുരിതം തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഇറങ്ങി ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കണ്ടോ ഈ ഒരു ഇത്ര ഇവിടെ ഒരു വ്യത്യാസം മനസ്സിലാണ്. ഇത് ആ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടോ, അത്രയും ഹൈറ്റിൽ വരുന്നതുകൊണ്ടാണ് ഇത്രയും പ്രദേശത്ത് കംപ്ലീറ്റ് തീർത്തു. കതിര് മാത്രം പറിച്ച് ആ പുല്ലടക്കം പറിച്ച് കൊണ്ടേക്കണം. ബാക്കി ചവിട്ടി മെതിച്ച് കണ്ടോ. ഇതാണ് അവസ്ഥ കേട്ടോ. നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വെച്ചാൽ കണ്ടോ. ഇതിൻ്റെ അതിനെയൊന്നും കിട്ടൂല, അത് പോയില്ലേ? ഇതാണ് ഇവരുടെ അവസ്ഥ കേട്ടോ. ഇപ്പം നനക്കിന് നിർത്തി. നഞ്ഞ് നനയ്ക്കണ്ട, ഞാൻ ആയില്ലേ കതിരായി. ഇത് വിളഞ്ഞു പാലുറച്ചു. ഇനി ഇത് പാലുറച്ചായില്ലേ, ഇനി നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇതിങ്ങനെ പോകാമോ? ഇതിലാണ് ആന പോയത്. ഇങ്ങനെ പോയാ കണ്ടോ ആന അതിലെ ഇങ്ങനെ കണ്ടോ. ഇതിലിങ്ങനെ വന്ന് ഒറ്റൊരു മാസം കാവൽ നിർത്തി തന്നാൽ മതി. 1 മാസം കൂടെ കാവൽ കിട്ടിയല്ലേ? ഇതിലിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയാ? അങ്ങോട്ട് പോയി. ഓ പെൻസിംഗൊക്കെ പൊട്ടിച്ചതാ. നല്ല ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിലിങ്ങനെയാണ് ഇങ്ങനെ പോയപ്പോൾ. എവിടെ ഫെൻസിങ് പൊട്ടിച്ചേക്കുന്നത്? ഒറ്റ ലൈൻ ഇട്ടത്. അത് പൊളിച്ചു വന്നല്ലേ? പൊട്ടിച്ചു. അത് നിങ്ങൾ തന്നെ ഇട്ടോ? അതേ അല്ല, അത് പിന്നെ പെങ്ങളേക്കനെ അല്ലേ അപ്പോൾ പോയത്. അവരിട്ടേക്കുന്നേ? നമ്മുടെ ഇതാ പുറത്ത്. നിങ്ങൾ സ്വന്തം ഇട്ടേക്കുന്നേ? സ്വന്തം ഇട്ട് ഫോറസ്റ്റുകാർ ഇട്ടുണ്ട്. അതും പോക്കാ. അത് മരം മറിക്കും. അതും ഫെൻസിങ്ങിൽ നിൽക്കില്ല. ഇല്ലല്ലേ? മരം മറിക്കല്ല, വലിയ മരം മറിച്ചാൽ പോകും. വെറുതെ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട്. ഞാൻ പറഞ്ഞില്ല, എന്നാ ആ പൈസ നമുക്ക് തന്നാൽ മതിയായിരുന്നു. സ്വന്തം ഇട്ടോളൂ അല്ലേ? സ്വന്തമായിട്ട്. ഇങ്ങനെ കുറച്ചങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ തീർന്നൂല്ലേ? ഉപ്പിനും മൊത്തം തീരില്ലേ? ഒന്നും ഉണ്ടാവില്ല. ഒരു പെൻസിങ്ങിൽ ഒന്നും നിൽക്കില്ല. മരം മറിക്കല്ലേ കറക്റ്റ്. അത് കൊയ്യാനാകുമ്പോഴാണ് വരുന്നത്. അതെ അതെ. ഒറ്റൊരു മാസം കാവൽ. 6 മാസത്തിൽ 5 മാസം നിങ്ങൾ കഷ്ടപ്പെടും. 1 മാസം കാവൽ കിട്ടും. ഒറ്റ മാസം 2 വാച്ചന്മാരെ. വേറൊന്നും വേണ്ട. ഇവരത് ഒത്തിരി പേര് ഇത് നെല്ല് ചെയ്യുന്നവരില്ല. ഒത്തിരി ആൾ നെല്ല് ചെയ്യുന്നുണ്ട്. താഴേക്ക് തീർന്നു. താഴെ നിർത്തിയില്ലേ? പലരും നിർത്തിയില്ലേ? കുറേ ആൾക്കാർ നിർത്തി. താഴെ 10-20 ഏക്കറുള്ള നിർത്തി. ആണല്ലേ? നമ്മളിവിടെ നിൽക്കുമ്പോഴും കുരങ്ങൻ്റെ ഒച്ച കേൾക്കാട്ടോ. കറക്റ്റ് കുരങ്ങ മരത്തിലും ഇവിടെ കണ്ട്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാറി അപ്പം ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നുണ്ട്. അതുണ്ടോ ഇറങ്ങുന്നത്? നമ്മൾ മാറി അറിയുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ടോ? ചാടിച്ചാടി ഇറങ്ങുന്നത് പോക്കില്ല. വൈകുന്നേരം 6 ഇരുട്ടാകുമ്പോഴാണ് പോകാൻ. മരത്തിന് മുകളിൽ കിടക്കും. രാവിലെ ഉണ്ടോ? ഇറങ്ങുന്നുണ്ടോ? ഓക്കെ. അതിനൊന്നും അങ്ങനത്തെ പേരില്ല. പടക്കം പൊട്ടിച്ചാൽ വരെ പോകില്ല. എത്ര എണ്ണ എൻ്റെ അമ്മ. ആദ്യം പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ പകലും ഓടിച്ചിട്ട് ഈ കുരങ്ങാണ്
കുഴപ്പമില്ല. ആന അത് ആനയാണ് നശിപ്പിക്കാണ്. ആന കുറെ തിന്ന പോയിക്കോട്ടെ കുഴപ്പമില്ല. ആന നോക്കണം നശിപ്പിക്കാൻ ഒന്നുമില്ല. കളഞ്ഞല്ലേ ഏരി തിന്നുക. ഓരോ കുറച്ചൊക്കെ തിന്ന് അങ്ങനെ പോകും. ഇത് ആന നോക്കണ്ട നശിപ്പിച്ചങ്ങ് തിന്ന് തീർക്കല്ലേ. 1 മാസം മതി. 1 മാസം ഒന്നേക്ക് 1 മാസം എന്തെങ്കിലും ഉണ്ടോ? കുരങ്ങൊന്ന് കുറച്ച് ബാക്കിയുണ്ട്. ഇത് എന്തെങ്കിലും ഉണ്ടോ? മൊത്തം ചവിട്ടി നശിപ്പിച്ച് ആന ചവിട്ടി നടന്നു പോയ വഴിയാട്ടെ ഈ കാണുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ആനപ്പിണ്ടം കാണണം. ഇനിയും തെളിവും ആൾക്കാർക്ക് വിശ്വാസമില്ല. ഇതാ ആനപ്പിണ്ടം കിടക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് തിന്നൽ എന്തുണ്ടോ നോക്ക്. ഒന്നുമില്ല. ഈ പ്രദേശം 10 കതിര തിന്ന് 20 കതിര തിന്നാ പോകും. ആന ഇങ്ങനെ ഈ വഴി ഇതിലെ ഇങ്ങനെ പോയി ഇതിലേ പോയി കണ്ടോ. ആ നടുഭാഗം കംപ്ലീറ്റ് തീർന്നാണ്. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പുറം ഇപ്പുറം ഹൈറ്റ് ഉള്ളത് ഹൈറ്റ് ഇല്ലാത്തത് നോക്കിയാൽ മൊത്തം പറിച്ച് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുണ്ടോ. ഇവിടെ ഇതേപോലെ തന്നെ കേട്ടോ. ഇതിലിപ്പോൾ എവിടെ കൊയ്യാനുണ്ടോ നോക്ക്. ഒന്നുമില്ല. കണ്ടം മൊത്തം തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർന്നു. 1 ദിവസം കൊണ്ട് ഈ ഒരു കണ്ടം തീർന്നു. ഇനി 2 വാരം കൂടെ വന്നാൽ ഇത് തിന്നാൻ നിൽക്കില്ല. ഇനി നല്ലതിനെ തിന്നുള്ളൂ. അങ്ങനത്തെ നല്ല കതിര്. ഇത് ഈ കതിരില്ലല്ലോ. നല്ലതിനെ തിന്നാൻ നിൽക്കുള്ളൂ. നല്ല നോക്കിയെടുക്കും. നല്ല നെല്ല് നോക്കി. ഇത് 1 ദിവസം തിന്നിട്ട് പിന്നെ ദിവസം ഇതിലാണ് വന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്ര സമയം അതിന് വേണ്ടി കളഞ്ഞാലേ? 1 പ്രാവശ്യം 2 പ്രാവശ്യം ആരെങ്കിലും ഉറങ്ങി പോകുന്നു. 1 പ്രാവശ്യം 2 പ്രാവശ്യം രാത്രി അടിക്കാം. പിന്നെ ഉറങ്ങിപ്പോകും. കാവൽ നമ്മളെ കാവൽക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ. നിങ്ങൾ പകലും പണിയെടുത്ത് അതാണ് ഇവർ പറയുന്ന കാര്യം. പകലും പണിയെടുക്കണം. ഇവർക്ക് പകല് പണിയില്ലാന്നെങ്കിൽ ഇവർ രാത്രി കാവൽ ചെയ്യുന്നുണ്ട്. ഇവർ പകലും പറമ്പിൽ ഓരോ പണികളൊക്കെ എടുത്ത് വെച്ചിട്ട് രാത്രിക്ക് ഇവർ സ്വന്തം കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് കാണുമ്പോൾ ഒരു കാഴ്ച മാത്രമായിരിക്കും. പക്ഷെ ഇവരൊക്കെ വഴിക്കൂടെ പോകുമ്പോൾ തീറ്റ കൊടുക്കുമ്പോണ്ടല്ലോ നമുക്ക് കാണുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ. പിന്നെ ഇവർ തീറ്റ കൊടുക്കുക. ആനയൊക്കെ പോകണ്ട തീറ്റ കൊടുക്കുന്നത്. ചുരത്തിലൊക്കെ അവരൊക്കെ എന്താണെന്നറിയോ കൊടുക്കരുത് അങ്ങനെ തീറ്റ. അതെ അങ്ങനെ കൊടുത്ത് പഠിപ്പിക്കരുത്. കുരങ്ങളൊക്കെ വീട്ടിൽ കോടി എന്നിട്ട് കുറെ കഴിയുമ്പോൾ കൊണ്ട് വിട്ടാൽ നമുക്ക് ശല്യം. പിന്നെ ഓടിക്കൂല, പേടിയില്ല. ഇവിടെ ഇത്രയും കുരങ്ങുണ്ടായിരുന്നോ? അപ്പൊ ആദ്യം ഇത്ര കുരങ്ങൊന്നുമില്ല. ആദ്യം ഇത്ര പുറത്തുനിന്ന് വരുന്നതൊക്കെ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. നമ്മളത് പടക്കം പൊട്ടിച്ചാൽ പോവും. ഇത് പോകുന്നില്ലല്ലോ. ആദ്യം പടക്കം പൊട്ടിച്ചാൽ പോവും. ഇതുങ്ങളൊക്കെ എവിടെ കൊണ്ട് വിടുന്ന കാട്ടില്ല. അല്ലാതെ ഇവിടെ കുരങ്ങൊന്നും അങ്ങനെയില്ല. പേടിയില്ലല്ലോ. അപ്പൊ വീട്ടിൽ കൂടെ ഒക്കെ കയറുന്നുണ്ടല്ലോ. ആ കമ്പിക്കൂടെ ഇപ്പോൾ വരും കേട്ടോ. നമുക്ക് എന്ത് വൃത്തിയില്ല കമ്പിക്കൂടെ. അതണ്ട കമ്പിക്കൂടെ വരുന്നുണ്ടോ. കമ്പിക്കൂടെ വന്നാൽ നെല്ലിലേക്ക് ഇറങ്ങി. അതാണ് പൊട്ടിച്ച കമ്പിയ പെൻസിങ്. ഈ കഴിഞ്ഞ രാത്രി ഇറങ്ങിയിട്ട് കാവക്കാർ അവിടെ ഉണ്ട്. അവിടെ കണ്ടിട്ട് ഒച്ചയിട്ടപ്പോൾ നേരെ കല്ലൂർ പോയത്. കല്ലൂർക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ഓടിച്ച ചിലപ്പോൾ ഇവിടെ ഈ വഴിക്ക് ഇവിടെ എത്തുന്നു. അതിങ്ങനെ കിടന്ന് കറങ്ങല്ലേ. വള്ളുവാടി, ഓടപ്പള്ളം അങ്ങനെ കറങ്ങ. ഇടയ്ക്ക് മുത്തങ്ങ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇടയ്ക്ക് പോകുന്നുണ്ട് അവിടെ. അതാണ് ഒരു വാച്ചരന്മാരാൻ നിർത്തി 1 മാസം നിർത്തിയാൽ മതി. കറക്റ്റ്. ഇതാണ് അവരുടെ ഒരു ന്യായമായ കൃഷി. ഫോറസ്റ്റുകാർ ശരിക്കും ഇല്ല. ഫോറസ്റ്റുകാർ ശരിക്കും നിൽക്കുകയാണ്. എല്ലാവരും കൃഷി എടുക്കും. ഇവരുടെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ടത്. നോക്കി ആന ഇറങ്ങി ഇതല്ല. മൊത്തം ആനയുടെ കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഒന്നും എഴുതി കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. എഴുതി കൊടുത്താൽ പൈസ ഇല്ലല്ലോ. ഒരു സാധനം കിട്ടുന്നില്ലല്ലോ. ഒന്നുമില്ല. അവരത്രയും ഫോറസ്റ്റിന്റെ അടുത്ത് അവരൊരു സഹായമില്ല. ഒന്നും ആർക്കും. നിങ്ങൾക്കൊരു സപ്പോർട്ടില്ലല്ലോ. ഒരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് കാവലെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. കാവൽ കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ആരും പൈസയും വേണ്ട. നഷ്ടപരിഹാരം ഇല്ലെങ്കിലും നഷ്ടപരിഹാരം വേണ്ട. സാധനം ഇങ്ങോട്ട് ഇറങ്ങാതിരുന്നാൽ മതി. നമുക്ക് ആന ഇറങ്ങാതിരുന്നാൽ മതി. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പണ്ട് പറഞ്ഞു. ഇപ്പോഴും ആന ഇറങ്ങാതിരുന്നാൽ മതി. ബാക്കി എല്ലാ മൃഗങ്ങളെയും നല്ല മൃഗങ്ങൾ എങ്ങനെ ഓട്ടിക്കാം നമുക്ക്. ആനയെ മാത്രമല്ല ആന ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ ജീവനും കൂടെ ഭീഷണിയുള്ള ഒരു ജീവിയാണ്. ആനയുടെ മുമ്പിൽ എല്ലാവരും തോറ്റു പോവാണ്. എല്ലാം തോറ്റു പോകും. ഉണ്ടോ അങ്ങനെ പെണ്ണ് കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഒരു ആനച്ചൂരായില്ലേ. മൊത്തം ഒരു ആനച്ചൂരാന്ന്. ആനച്ചൂര് മൊത്തം മണക്കല്ലേ. വരങ്ങൻ്റെ ആനേൻ്റെ നടുഭാഗം കറക്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആന നടന്നു പോയ വഴികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇറങ്ങി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. കണ്ടോ ഇത് മൊത്തം തീർത്താന്നേ. ഈ കണ്ട മൊത്തം തീർന്നു. ഇതിൻ്റെ അങ്ങറ്റം കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ. അതാണ് തീരാത്ത ഭാഗം. ഇതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള മൊത്തം പറിച്ച് കളഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കുരങ്ങ് ലൈവ് വന്നുകൊണ്ടിരിക്കുക. ഒരു പേടിയില്ല കേട്ടോ. അതിൻ്റെ കൂടെ മയിലും അല്ലേ. മയിലും അത് കുഴപ്പമില്ല. മയിലും ഇത് കുരങ്ങൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഇതായി പോകും. ആന അതൊക്കെ കുറച്ച് ബാക്കിയൊക്കെ മണിക്കൂറുകൾ ഇവിടെ നിന്നിട്ടുണ്ട്. അതാണ് എന്തോരാഴപ്പുണ്ടായിരുന്നു. ആനയാണ് വരുന്നത്. ഇത് ഒറ്റ ആനയല്ലേ. ഇതല്ല ഒറ്റ ആനയാണ്. മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ വലിയ ആന തന്നെയാണ്. ആനയാണ് മുട്ടിക്കൊമ്പൻ. 30, 35, 40 വയസ്സെങ്കിലും പ്രായമുള്ള വലിയ ആനയാണ്. കൊമ്പന
വലിയ കൊമ്പും ആണ് മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്നത്. ഓട്ടിച്ചാലും അങ്ങനെ പോകില്ല പോവില്ല ലൈറ്റ് അടിച്ച നേരെ വരും അല്ലേ. ഇത്ര അടുത്ത് വന്നിട്ട് ഈ പെൻസിലുള്ളതുകൊണ്ട് മരം മറിക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് തട്ടിപ്പോകും. മരം മറിക്കാൻ അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. മരം മറിക്കാൻ ഇല്ലാത്തതുകൊണ്ട് കറണ്ട് അടിക്കും എന്നുള്ളതുകൊണ്ട് പുള്ളി ഇത് മറിച്ചില്ല. ഇവിടെ മാത്രം തീർത്തിട്ട് പുള്ളി അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഈ ഗന്ധശാല വെക്കൂല. ഗന്ധശാലൊക്കെയാണ് ഏറ്റവും മണമുള്ളത്. ബിരിയാണി ആയിരിക്കില്ല. നമ്മളാണ് പെട്ടെന്ന് അത് ആദ്യം തീർക്കുക. അതിന് ആദ്യം തിന്നാൻ പോകും. ആദ്യം അതാ പിടിക്കുള്ളൂ. ആദ്യം പിടിക്കും. തെങ്ങിക്ക് മരമില്ലാത്ത കൊണ്ട് മറിക്കാൻ പറ്റില്ല. പഞ്ചായത്തൊന്നും ഇതിൻ്റെ അകത്ത് ഓടുന്നില്ല. പഞ്ചായത്തൊന്നുമില്ല. പഞ്ചായത്തിന് വിളിക്കുമ്പോൾ അവരൊന്നും ഇടപെടില്ല. അവർ വരുന്നില്ല. നിങ്ങളുടെ കർഷകരുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. ഇവിടെ പഞ്ചായത്തുകാർ വരുവാനില്ല. ഒന്ന് നോക്കാൻ പോലും വരികയില്ല. പഞ്ചായത്തുകാരൊന്നും വന്നില്ല. പറഞ്ഞ് ആരും വരില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ടല്ലേ? ഇലക്ഷൻ വരുന്നുണ്ട്. വോട്ടിന് അപ്പോൾ വരുമോ? അപ്പോൾ വരാതെ വോട്ടിന് വേണ്ടിയിട്ട് എല്ലാം വരും. ആന ആദ്യം കളയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാപ്പി ആകുമ്പോൾ കുരങ്ങ് കൂടി കഴിയുമ്പോൾ മയില്. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് കിട്ടണം. അകത്തേക്ക് കയറുന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടണം നെല്ല് എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ അതിന് കുരുവി, മൈന, തത്തയുണ്ട്. ആനയാണ്. ആന നിന്നാൽ മതി, മറ്റുള്ളതൊക്കെ കുഴപ്പമില്ല. മറ്റുള്ളതൊക്കെ ആന തിന്നാലൊന്നും കിട്ടില്ലല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് മൊത്തം തീർക്കല്ല. കതിരെ മുറിച്ചില്ല ആന മൊത്തം തീർക്കാൻ. ചവിട്ടി മതിച്ചു കളയും. മറ്റേ മയിലൊക്കെ കൊത്തി വരച്ച് കുറച്ചങ്ങ് പോകും. കുഴപ്പമില്ല. ഞാൻ നമ്മളെ പറയുന്നത് കാവൽ ഒരു മാസം നിർത്താൻ മതി. കാവൽ എല്ലാ സമയത്ത് കാവൽ എല്ലാവർക്കും നമുക്ക് തന്നെയല്ല, എല്ലാ കൃഷിക്കാർക്കും ഒന്ന് കാവൽ നിർത്തി സർക്കാർ നിർത്തുകയാണെങ്കിൽ എല്ലാവരും കൃഷി എടുക്കാം. പോയി കഴിഞ്ഞാൽ ആരും കൃഷി എടുക്കില്ല. ഇപ്പൊ താഴെ 10-20 ഏക്കർ വയലുള്ള ഒഴിവായി കിടക്കല്ലേ. ഞങ്ങൾ മാത്രം ഇവിടെ കുറച്ച് ചെയ്യുന്നുള്ളൂ. 2-3 പറ്റി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടില്ലെങ്കിൽ. നിങ്ങൾ ശരിക്കും അരിയൊക്കെ പുറത്തുനിന്ന് മേടിക്കാറുണ്ടോ? ഇല്ല, അരി വാങ്ങലില്ല. ഇതുവരെ വാങ്ങിയില്ല. ഒരു അരി പോലും അല്ലേ ഒക്കെ ഉണ്ടാക്കുന്നതന്നെ. എത്ര വർഷമായിട്ട്? കുറെ വർഷങ്ങളായിട്ട് അരി വാങ്ങലില്ല അല്ലേ. അതാണ് ഇവരൊന്നും അരിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറേ വാങ്ങയില്ല. ഇവരുടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള കൂടി പോയ 1 ഏക്കറിന്റെ സാധനമല്ലേ ആവശ്യമുള്ളൂ? ഞങ്ങൾക്ക് 1 ഏക്കറിന്റെ ഞങ്ങൾ കണക്കൊന്നും അങ്ങനെ അറിയില്ല. അല്ല ബാക്കി എന്തായാലും കൊടുക്കുമല്ലേ? ബാക്കി കൊടുക്കും. ബാക്കി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുക്കാലും കൊടുക്കുമല്ലേ? കൊടുക്കും. ബാങ്ക് വഴി കൊടുക്കും. ബാങ്ക് പോയി കൊടുത്താൽ കിട്ടില്ല 3000 രൂപ വെച്ചിട്ട്. ഇത്രയും ഈ കർഷകരെ ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടല്ല ഇപ്പൊ എല്ലാം അന്യ സംസ്ഥാനത്ത് നിന്ന് മേടിച്ചോണ്ട് വരും. ശരിക്കും ഒന്നും അന്യസ്ഥാനത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിക്കും മൃഗങ്ങൾ ഇറങ്ങി ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ചേമ്പ്, ചേന എല്ലാം ഉണ്ടാക്കാം. വയനാട്ടിൽ ഇപ്പൊ നെല്ല് കൃഷി ചെയ്തോണ്ടിരുന്നതിന്റെ എത്ര 100-ലൊന്നും ഇപ്പൊ കൃഷിയില്ല. കൃഷിയൊക്കെ മൊത്തം നമ്മുടെ കോളനി കംപ്ലീറ്റ് ഒഴിവാക്കി. അവർക്ക് കൃഷിയില്ല. ശരിക്കും ഉണ്ടല്ലോ ഇവിടെ മൃഗങ്ങൾ വന്ന ഇവിടെ മൃഗങ്ങൾ വരാതിരുന്നാൽ നമുക്ക് കൃഷി ഇവിടെ കർണാടകയിൽ വാങ്ങണ്ട. നമ്മൾ എവിടുന്ന് ഒരു സംസ്ഥാനത്ത് ഒന്നും വാങ്ങണ്ട. കാരണം ഇവിടെ കപ്പയൊക്കെ ഇഷ്ടമാവാനുണ്ടാവും. ഈ വിഷം അടിച്ച അതാണ് നമ്മളെ കാണില്ല. പൈസയും കൊടുത്ത് മേടിച്ചത് ഇവിടുന്ന് ദൂരത്ത് കർണാടകത്തിൽ കയറ്റി പറഞ്ഞാൽ അത് കയറ്റി വരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ടാക്കാം. ഈ മൃഗങ്ങൾ വരാതെന്നാൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ പന്നീനെ കണ്ട ഇവിടെ പഞ്ചായത്ത് പന്നീന് വെടി കൊല്ലുന്നു. അതുപോലൊക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ കൃഷി ഉഷ്ടാറുണ്ടാക്കാം. ഇവിടെ ചേന, ചേമ്പ് എല്ലാം ഉണ്ടാവും. ഒന്നും വാങ്ങണ്ട, പുറത്തൊന്നും വാങ്ങണ്ട. നിങ്ങൾക്ക് ബ്രിട്ടീഷ് പട്ടയുള്ള ആളാണ്. ഞങ്ങൾക്ക് ബ്രിട്ടീഷ് പട്ടയുള്ള സ്ഥലമാണ്. നമ്മൾ മൃഗങ്ങൾ വരുന്നോണ്ടിൽ ആരും ഉണ്ടാക്കാത്തൊന്നും കിട്ടൂല പറയും. നമ്മൾ പണിക്ക് പോകും. എല്ലാവരും ഉണ്ടാക്കി കിട്ടൂല. അങ്ങനെ പണിക്ക് പോകും. എല്ലാവരും പുറത്തേക്ക് എല്ലാവരും പണിക്ക് പോകും. പുതുതലമുറയ്ക്കൊന്നും ഇപ്പൊ കൃഷി ഇറങ്ങുന്നില്ലല്ലോ. ആരും ഇറങ്ങുന്നില്ല. പുതിയ ആൾക്കാരൊന്നും. എല്ലാവരും അപ്പനമ്മമാരുടെ കഷ്ടപ്പാടല്ലേ കാണുന്നത്. അതാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും വാങ്ങല്ല സാധനങ്ങളൊക്കെ. പണ്ട് നമ്മളൊന്നും വാങ്ങലില്ലല്ലോ. കപ്പ, ചേന. ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ചാൽ അവശേഷിക്കുന്ന കർഷകരെങ്കിലും ഇപ്പൊ സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ കൃഷിക്കാരൊന്നും പിന്നെ ശരിക്കും നോക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യും. ഇനി വാർക്കേനും മുകളിലും ചെയ്യേണ്ട, വാർപ്പിനും മുകളിലും ചെയ്യേണ്ട, വീടിന്റെ സ്റ്റർട്ടിലും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ശരിക്കും മൃഗങ്ങൾ ഇറങ്ങാൻ നമ്മൾക്ക് തന്നെ വയനാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. എല്ലാം ഉണ്ടാവും. എല്ലാ കൃഷി ഉണ്ടാവും. ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള വാക്കുകളാട്ടോ. ഈ പറമ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരു സ്ഥലം ഇവരാരും വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും ഇതുണ്ടോ, കാപ്പി ആയിട്ടും കവുങ്ങായിട്ടും അപ്പുറം നെല്ലായിട്ടും ഇതിങ്ങനെ ഈ പറമ്പ് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇതൊക്കെ ബ്രിട്ടീഷ് പട്ടയല്ല അല്ലേ? ഞങ്ങൾ വയല് ബ്രിട്ടീഷ് പട്ടയല്ല, തോട്ടം അല്ലേ? വർഷങ്ങളായിട്ട് ഈ ചേട്ടനൊക്കെ ജനിച്ച കാലം മുതൽ ചേട്ടൻ്റെ കാരണവന്മാർ മുതൽ ഇവിടെ കൃഷി എടുക്കുന്നത് കണ്ട് വളർന്ന് അല്ലെങ്കിൽ ആ ഇത് തന്നെ ഫോളോ ചെയ്ത് വരുന്ന ആളുകളാണ്. ഇവർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഈ കൃഷി മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും അറിയില്ല. അതെ. കുറച്ച് കാലി, പശുവും വളർത്താം, പോത്തുകളെയൊക്കെ വളർത്താം. പിന്നെ കൃഷി.
ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഭയങ്കര തികഞ്ഞ അവഗണന തന്നെയാണ് കേട്ടോ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ വിഷമമുണ്ട്. മരുന്നടിക്കുന്ന പച്ചക്കറി വാങ്ങരുത്, അതിടയ്ക്ക് വാങ്ങരുത്, ചെയ്യരുത്. ഇവിടത്തെ നമ്മൾ ചെയ്യാനുള്ള സ്ഥലം ചെയ്യൂല. ഈ വയനാട് എന്നുള്ള പേര് വയൽനാട്, വയൽനാട് ഇല്ല. വയലില്ല, ഇപ്പൊ വയലില്ല. വയൽ കാട് കയറി, വയൽ മൊത്തം കാട് കയറി. താഴ്ചയൊക്കെ വയൽ കയറി. 10-20 ഏക്കർ എപ്പോഴും കാട് കയറി കിടക്കില്ല. കോളനിയിലും 2 ഏക്കർ വയലുണ്ട്, ഫുള്ളും കോളനി കാട് കയറി കിടക്കുക. നല്ല വെയിലാണ്. ഹെക്ടർ വയനാട് ഏക്കർ കണക്കിന് കാട് കയറി കിടക്കുക. ഫോറസ്റ്റ് പിന്നെ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. കേരളം മൊത്തം ഭക്ഷിക്കാനുള്ള സാധനം പിന്നെ വയനാട് ഉണ്ടാക്കും. വയനാട് ശരിക്കും ഉണ്ടല്ലേ, പിന്നെ ടൂറിസ്റ്റ് മേഖല നോക്കുന്ന പോലെ കൃഷിക്ക് നോക്കുകയാണെങ്കിൽ, കൃഷിക്ക് അതേപോലെ നോക്കുകയാണെങ്കിൽ കൃഷി എല്ലാവരും കൃഷി ചെയ്യും. ടൂറിസത്തിന് കൊടുക്കുന്ന അത്രയും അതുപോലെ കൃഷി ഇറങ്ങാതെ വയനാട് കൃഷിക്കാർക്ക് കർഷകനെ കൊടുക്കുകയാണെങ്കിൽ ടൂറിസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ പിന്നെ കൃഷിക്കാർക്കൊന്ന് കൊടുത്തു നോക്കി. കൃഷിക്കാരെ കൊണ്ട് എല്ലാവരും കൃഷി ചെയ്യും. ജോലിക്ക് വരെ പോകില്ല മനുഷ്യന്മാർ, സ്വന്തം കൃഷി ചെയ്തു ആദായം കിട്ടും. ഈ ടൂറിസം ഒക്കെ വളരുന്നുണ്ട്. കൃഷിക്കാർ നമ്മുടെ തലമുറയും മൊത്തം ഈ വിഷം അടിച്ച സാധനം കഴിച്ച് എല്ലാ വീട്ടിലും അസുഖക്കാരാ. എല്ലാ വീട്ടിലും എല്ലാ അസുഖം, ഷുഗറായിട്ടും ക്യാൻസർ ആയിട്ടും ലിവറിന്റെ പ്രശ്നമായിട്ടും അല്ലെ, ഒരു തോന്നി മദ്യപിക്കാത്ത ആൾക്കാർക്ക് പോലും മദ്യം കഴിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ മദ്യം കഴിച്ചിട്ടാണോ? ശരിക്കും കാന്താരി മുളകൊക്കെ ഉണ്ടാക്കാം. കാന്താരി മുളക് ഉണ്ടാവും. വയലിലൊക്കെ ഇഷ്ടം വരണോ കാന്താരി മുളക്? ഇപ്പൊ കർണാടകയിൽ കാന്താരി മുളക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് 100 രൂപ 120 രൂപ കിലോ കിട്ടുള്ളൂ. അതിന് കഴിഞ്ഞ വർഷം 500 രൂപ വിലയുണ്ട്, 300-400 രൂപ. ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയപ്പോൾ 100 രൂപ എനിക്ക് വില കിട്ടില്ല. കാന്താരി വേണ്ട, കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്. കർണാടകക്കാര് കാന്താരി ഇറക്കാൻ അവര് വിഷം അടിച്ചു. നമ്മളെ ഇവിടുത്തെ നല്ല തോർന്ന് പറിച്ചോണ്ട് പോകുന്ന നല്ല കാന്താരി. ഇപ്പൊ അതുപോലെ നമ്മൾ കൊല കൊണ്ടുപോയി കഴിഞ്ഞാൽ, പിന്നെ വളടത്ത് കൊല കൊണ്ടുപോയി കഴിഞ്ഞാൽ കായ് മോശം എന്നറിയും. അവര് നല്ല വളമായിട്ട് മരുന്നടിച്ച് കായ് ഇഷ്ടപ്പെടും. അതിന് വില കിട്ടും. അതിന് വില കിട്ടും. പിന്നെ നമ്മളെ ഇത് കായ് മോശമാണല്ലോ, ക്വാളിറ്റി മോശമല്ല ചേട്ടൻ, നമ്മൾ മരുന്നടിച്ചില്ല നല്ല യാതൊന്നും പറഞ്ഞ കാര്യമില്ല. കായ് നല്ല ഗുണം വേണം, കാണാനുള്ള ഭംഗി. ഇപ്പൊ ഭംഗിയാണ് എല്ലാവർക്കും ഭംഗിയാണ്. ശരീരം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, അല്ല പവർ വേണോ? അതാണ് വേണ്ടത്. ചേട്ടൻ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. അതായത് കാന്താരി മുളകിന് കഴിഞ്ഞ വർഷം എനിക്കറിയാം, ഞാൻ 600 രൂപയ്ക്ക് കിലോയ്ക്ക് ഉള്ളപ്പോൾ ഞാൻ 100 ഗ്രാം ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം മേടിക്കാൻ പോയപ്പോൾ 200 രൂപയ്ക്കേ ഉള്ളൂ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ. അതായത് ഇവരുടെ 100 രൂപയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്നവർക്ക് 100 രൂപയും അവിടെ വിൽക്കാനിരിക്കുന്നവർക്ക് 100 രൂപയും. അതാണ് പൈസ. അതാണ്. അപ്പൊ ആളുകൾക്ക് ഇപ്പൊ കർണാടകക്കാര് പണി പഠിച്ചു, കർണാടകക്കാര് കാന്താരി മുളകും കൂടെ ഇറക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ഏത്തവാഴയും മറ്റു സാധനങ്ങളൊക്കെ കർണാടകയിൽ 20 രൂപയൊക്കെ ആയി പോയതിന്റെ കാരണം ഏത്തവാഴക്കൊക്കെ 20 രൂപ, ഏത്തപ്പലക്കൊക്കെ 20 രൂപ കാരണം കർണാടകയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ കാന്താരി മുളക് അല്ല, ഏത്തവാഴ നമ്മളിവിടെ ഉണ്ടാക്കാൻ പറ്റൂല. പന്നി ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഏത്തവാഴ, മൈസൂർ, ഞാലിപ്പൂവൻ, പടുവൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. വിലയില്ല. അല്ല, ഇതിന്റെ 4 ഇരട്ടി കാടുള്ള സാധനം കർണാടക അല്ലേ? അവിടെ ഒരു കുഴപ്പമില്ല. ഇല്ല, നമ്മളവിടെ അവിടെ ഒരു കൊല കാണിച്ചു തരാം. പച്ച കൊല 1200 രൂപ ഒരു കൊലക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ. അത് ഇപ്പൊ 10 രൂപയുള്ളൂ അതിന്, 1 കിലോയ്ക്ക് ചന്തപ്പച്ചയ്ക്ക്. അത് കടയിൽ ചെന്നാൽ 30 രൂപ. അതായത് കർഷകന് കിട്ടുന്ന 10 രൂപ. അതാണ് അത് അതിനകത്ത് ഒരു വിരോധാഭാസം കേട്ടോ. അത് കർഷകന് കിട്ടുന്നത് 10 രൂപ, കടക്കാര് അത് 30 രൂപയ്ക്ക് കൊടുക്കും. അത് 20 രൂപ ഇത് സാധനം നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് 20 രൂപ. എന്നാലും വേണ്ട, അത് വില മതി. എന്നാൽ ഈ മൃഗങ്ങൾ ഇറങ്ങാതിരുന്നാൽ മതി. മൃഗങ്ങൾ ഇറങ്ങണ്ട എല്ലാവരും ഒഴിവാക്കി പോകുന്നത്. അതായത് ഇപ്പൊ കർഷകർ നേരിടുന്ന പ്രശ്നം ചില്ലറയൊന്നും അല്ല കേട്ടോ. മൃഗങ്ങളെ ശല്യം എല്ലാ സ്ഥലത്തും. ഇത് വയനാട് എല്ലാ സ്ഥലത്തും TV തുറക്കാൻ മൃഗങ്ങളെ കൊല്ലലും, മൃഗം നശിപ്പിക്കലും, കൃഷി നശിപ്പിക്കലും അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒരു വാർത്തയില്ല. കൃഷിന്റെ നല്ല വാർത്ത കുറെ കാലമായിട്ടില്ല. വയനാടൊക്കെ നല്ലോണം സർക്കാരൊക്കെ ഏറ്റെടുത്ത് നോക്കാനുണ്ടല്ലോ. ആകെ വയനാട് ഗുണമുള്ളത് ഈ വരുന്ന സഞ്ചാരികൾക്ക് കുറച്ച് തണുപ്പ്. അവര് വന്നാൽ ഞാൻ നല്ല രസം നമ്മളെ വിഷമം അവർക്കറിയോ. അവരടിച്ചു പൊളിച്ച് നല്ല എന്താ രസമായി പോകും. നമ്മളൊക്കെ ഇവിടെ പണിക്കാരനെ പോലെ ഒരു കോപ്പ് കിട്ടാനുമില്ല. എപ്പോഴും എങ്ങനെ പൊങ്ങൂല താഴൂല, ആ രീതിയിൽ പോകും. ജീവിതം അങ്ങനെ പൊങ്ങൂല, മുരടിക്കൂല, ഇങ്ങനെ കിടക്കും, നന്നാവൂല, കഷ്ടപ്പെട്ട് ഗതികെട്ട് പോവല്ലേ. ഗതികെട്ട് പോകും. ചേട്ടൻ എത്ര ഏക്കർ സ്ഥലമുണ്ട്? നമുക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കർ സ്ഥലമുള്ള ഒരാളുടെ അവസ്ഥയാട്ടോ ഈ കേൾക്കുന്നത്. 5 ഏക്കറുള്ള സ്ഥലമുള്ള ഒരു ചേട്ടനാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഒരു സാധാരണ കർഷകന്റെ ഒക്കെ അവസ്ഥ എന്നാന്നുള്ളത്. അപ്പൊ ഇതാണ് കാർഷിക മേഖലയിൽ. പെങ്ങളെയാക്കാൻ 3 ഏക്കറുണ്ട്. അല്ലേ? ഇവിടെ രാത്രി കാവലെടുക്കും. ഇവിടെ കാവൽ മാടൊക്കെ റെഡിയാക്കിയ ഫോറസ്റ്റുകാർ പറഞ്ഞ് കാവൽ മാട ആൾക്കാരെ വിട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞ് കാവൽ മാട ഞങ്ങൾ റെഡിയാക്കിയ. കാവൽ മാട റെഡിയാക്കി അവർ ഇതുവരെ വന്നിട്ടുമില്ല. ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാർ ഫണ്ടില്ല, വരാൻ പറ്റില്ല. എല്ലാത്തിനും ഫണ്ടുണ്ട്. കാടിൽ പണിയെടുക്കാൻ എല്ലാത്തിനും ഫണ്ടുണ്ട്. ഫോറസ്റ്റിൽ എല്ലാ പരിപാടിക്കും ഫണ്ടുണ്ട്.
നമുക്ക് കൃഷിക്കാർക്ക് ഫണ്ടില്ല. ഇപ്പൊ തീ വാച്ചർ നിർത്തുമ്പോൾ മുഴത്തിന് ഇവർ തീ വാച്ചർ നിർത്തും. കാട്ടിൽ തീ കത്തുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ആളുകൾ അടുത്തടുത്ത് നിർത്തും. അതിന് ഫണ്ട് ഉണ്ടാവും. കൃഷിക്ക് നിർത്താൻ 2 പേരെ നിർത്താൻ ഇവർക്ക് ഫണ്ടില്ലല്ലോ. 1 മാസത്തേക്കല്ലേ ചോദിക്കുന്നുള്ളൂ? 1 മാസത്തിന് മതി, ഒറ്റ മാസത്തിന്. അതിന് ഇവർക്ക് ഫണ്ടില്ല. ഇപ്പൊ എന്താ ഇവർ നശിപ്പിക്കുകയാണ് മൃഗങ്ങളെ വിട്ടിട്ട്. നശിപ്പിച്ചിട്ട് ഇവർ മൃഗങ്ങളെ വിട്ട് നശിപ്പിച്ചിട്ട് ഒഴിവാകണം, സ്വന്തം ഒഴിവായി പോകണം. അത് ഫോറസ്റ്റ് ആക്കണം. അതാണ് ഫോറസ്റ്റ് ആക്കണം. അതിന് അങ്ങനെ വേണ്ടി ചിന്തിക്കാണ് ഇവര്. റോഡ് വരെ നന്നാക്കാൻ പറ്റില്ല. റോഡ് കോളനിക്കുള്ള റോഡൊക്കെ പാസ്സായിട്ട് ഫോറസ്റ്റുകാർ വിട്ടുകൊടുത്തില്ലല്ലോ, വിട്ടുകൊടുക്കില്ല. അവർ ഫോറസ്റ്റുകാർ വികസനം കൊണ്ടുവരില്ല, നശിപ്പിക്കും. അത്രയും മോശമായിക്കാണ് കാണുന്നത് കൃഷിക്കാരെ. ഇപ്പോൾ ജയമണി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. നമ്മൾ ആ നെൽപ്പാടം മുഴുവൻ പോയി കണ്ടു. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വേദന മനസ്സിൽ കൊണ്ടുവന്നാണ് ഈ കർഷകരൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സപ്പോർട്ടും ഒരു ഭാഗത്തു നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല കേട്ടോ. അത് പച്ചയായ സത്യമാണ്. ഒട്ടും അതിശയോക്തി കലർത്തി പറഞ്ഞ കാര്യങ്ങളല്ല, 100% ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ചേട്ടൻ പറയാണ് ഇലക്ഷൻ ആയി കഴിയുമ്പോൾ മാത്രം എല്ലാവരും ഇങ്ങോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എന്തായാലും നശിപ്പിച്ചാലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കർഷകൻ എന്തൊക്കെ സഹിച്ചാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ കടയിൽ പോയി നമ്മളിത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത 1 കിലോ അരി കിട്ടി. ഈ 1 കിലോ അരി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടു. ആ നെല്ല് പാടത്തിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഏകദേശം 1 ഏക്കറിൻ്റെ അടുത്ത് കാട്ടാന, മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന 2 ദിവസം ഇറങ്ങി നശിപ്പിച്ച് മൊത്തം പറിച്ച് ആ പ്രദേശം ക്ലിയറാക്കി. അതിൻ്റെ ഒരു സൈഡ് കുരങ്ങ്, നമ്മളിപ്പോൾ ലൈവ് കണ്ടാണ് കുരങ്ങ് എൻ്റെ നെല്ലൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതും. ഞങ്ങളുടെ ഒച്ച കേട്ടപ്പോൾ ഈ പാടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും മരത്തിലോട്ട് ചാടി കയറുന്നതൊക്കെ 100 കണക്കിന് കുരങ്ങുകളാണ്. എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടിയില്ല എന്ന് മാത്രം, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുപോലെ മയിലിൻ്റെ കാൽപ്പാടൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നു. മയിലും ഇതേപോലെ തന്നെ സൈഡിൽ കൂടെ വന്ന് ഒരു സൈഡ് വശം കംപ്ലീറ്റ്, അതായത് പാടത്തിലോട്ട് ഇറങ്ങുന്നില്ല, വെള്ളം ഉള്ളതുകൊണ്ട് പാടത്തിലോട്ട് ഇറങ്ങുന്നില്ല, പക്ഷേ അതിന് ചിറകിട്ടടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അതായത് സൈഡിൽ കൂടെ നിന്ന് സൈഡിലുള്ളത് മാത്രം ഒരു നിരയായിട്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മയിൽ. അത് കൂടാണ്ട് തത്ത, മറ്റ് പക്ഷികളൊക്കെ അത് പിന്നെ സഹിക്കാൻ നോക്കാം. പക്ഷേ ആന കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും ഭീകരം. അതുപോലെ തന്നെ കുരങ്ങും, ആനയും കുരങ്ങും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അന്യ സംസ്ഥാനത്തു നിന്ന് ചുളു വിലയ്ക്ക് വിഷമുള്ള പച്ചക്കറികളും അരിയൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ തിന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്യാൻസർ രോഗികളുടെയൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വലിയ തോതിലേക്ക് തന്നെയാണ് റേറ്റൊക്കെ, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പുറത്ത് വരികയല്ല. അതൊക്കെ നമുക്ക് നേരിട്ട് സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പുറത്തുള്ള ആൾക്കും അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കും ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നല്ലാതെ ഇതിൻ്റെ കണക്കൊന്നും ഒരു കാലത്തും പുറത്ത് വരാൻ പോകുന്നില്ല. ഏതായാലും ഇത്തരം സാധാരണപ്പെട്ട നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെയൊക്കെ അവഗണിച്ച് ഇങ്ങനെ വിഷമുള്ള പച്ചക്കറികളും വിഷമുള്ള അരിയൊക്കെ അന്യസംസ്ഥാനത്ത് മേടിച്ച് നിന്ന് ഇങ്ങനെ രോഗികളാകാൻ കാണിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യത്തിൻ്റെ 4/1 ഈ മനുഷ്യർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഒരു വിഷം അടിക്കാത്ത നല്ല ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടാനായിട്ട് പറ്റും. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോൾ അതിനുള്ള യോഗമൊന്നുമില്ല. നമുക്ക് ഈ വിഷം അടിച്ച് തിന്നാൻ മാത്രമേ യോഗമുള്ളൂ. കർഷകൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് കർഷകൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.